യിരെമ്യാവ് 41 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ 7-ാം മാസത്തിൽ രാജവംശക്കാരനും രാജാവിന്റെ മഹത്തുക്കളിൽ ഒരുവനുമായി എലീശാമായിയുടെ മകനായ നെഥന്യാവിന്റെ മകൻ ഇശ്മായേൽ 10 ആളുമായി മിസ്പയിൽ അഹീക്കാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുക്കൽ വന്നു. അവിടെ മിസ്പയിൽ വെച്ചു അവർ ഒന്നിച്ചു ഭക്ഷണം കഴിച്ചു. നെഥന്യാവിന്റെ മകൻ ഇശ്മായേലും കൂടെ ഉണ്ടായിരുന്ന 10 ആളും എഴുന്നേറ്റു ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയിരുന്ന ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ വാൾകൊണ്ട് വെട്ടിക്കൊന്നു. മിസ്പയിൽ ഗദല്യാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരെയും അവിടെ കണ്ട കൽദയ പടയാളികളെയും ഇശ്മായേൽ കൊന്നുകളഞ്ഞു. ഗദല്യാവെ കൊന്നിട്ട് 2-ാം ദിവസം അത് ആരും അറിയാതിരിക്കുമ്പോൾ തന്നെ ശേഖേമിൽ നിന്നും ശീലോവിൽ നിന്നും ശമരിയിൽ നിന്നും 80 പുരുഷന്മാർ താടി ചിരച്ചും വസ്ത്രം കീറിയും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചും കൊണ്ട് വഴിപാടും കുന്തിരുക്കവും എടുത്ത് യഹോവയുടെ ആലയത്തിലേക്ക് പോകും വഴി അവിടെ എത്തി. നെഥന്യാവിന്റെ മകൻ ഇശ്മായേൽ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് കരഞ്ഞും കൊണ്ട് അവരെ എതിരേറ്റു ചെന്നു. അവരെ കണ്ടപ്പോൾ അവൻ അവരോട്, അഹീക്കാമിന്റെ മകനായ ഗദല്യാവിന്റെ അടുത്ത് വരുവിനെന്ന് പറഞ്ഞു. അവർ പട്ടണത്തിന്റെ നടുവിലെത്തിയപ്പോൾ നെഥന്യാവിന്റെ മകനായ ഇശ്മായേലും കൂടെയുണ്ടായിരുന്ന ആളുകളും അവരെ കൊന്നു ഒരു കുഴിയിൽ ഇട്ടുകളഞ്ഞു. എന്നാൽ അവരിൽ 10 പേർ ഇശ്മായേലിനോട്, ഞങ്ങളെ കൊല്ലരുതേ, വയൽ കോതമ്പ്, യവം, എണ്ണ, തേൻ എന്നീ വക സംഭാരങ്ങൾ ഞങ്ങൾ ഒളിച്ചുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ സമ്മതിച്ചു അവരെ അവരുടെ സഹോദരന്മാരോടുകൂടെ കൊല്ലാതെയിരുന്നു. ഇശ്മായേൽ ഗദല്യാവെയും കൂട്ടരെയും കൊന്നു ശവങ്ങളെയെല്ലാം ഇട്ടുകളഞ്ഞ കുഴി ആസ രാജാവ് ഇസ്രയേൽ രാജാവായ ബേശ നിമിത്തം ഉണ്ടാക്കിയതായിരുന്നു. നെഥന്യാവിന്റെ മകനായ ഇശ്മായേൽ അതിനെ നിഹിതന്മാരെ കൊണ്ട് നിറച്ചു. പിന്നെ ഇശ്മായേൽ മിസ്പയിൽ ഉണ്ടായിരുന്ന ജനശിഷ്ടത്തെ ഒക്കെയും രാജകുമാരികളെയും അകമ്പടി നായകനായ നെബൂസൂർ അദാൻ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചവരായി മിസ്പയിൽ ശേഷിച്ചിരുന്ന സകല ജനത്തെയും ബദ്ധരാക്കി കൊണ്ടുപോയി. നെഥന്യാവിന്റെ മകൻ ഇശ്മായേൽ അവരെ ബദ്ധരാക്കി അമ്മോന്യരുടെ അടുക്കൽ കൊണ്ടുപോകുവാൻ യാത്ര പുറപ്പെട്ടു. നെഥന്യാവിന്റെ മകൻ ഇശ്മായേൽ ചെയ്ത ദോഷമൊക്കെയും കാരേഹിന്റെ മകനായ യോഹാനാനും കൂടെ ഉണ്ടായിരുന്ന പടത്തലവന്മാരും കേട്ടപ്പോൾ അവർ സകല പുരുഷന്മാരെയും കൂട്ടിക്കൊണ്ട് നെഥന്യാവിന്റെ മകനായ ഇശ്മായേലിനോട് യുദ്ധം ചെയ്യുവാൻ ചെന്നു. ഗിബെയോനിലെ പെരുങ്കുളങ്ങര വെച്ചു അവനെ കണ്ടെത്തി. ഇശ്മായേലിനോടുകൂടെ ഉണ്ടായിരുന്ന ജനമൊക്കെയും കാരേഹിന്റെ മകനായ യോഹാനാനെയും കൂടെയുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരെയും കണ്ടപ്പോൾ സന്തോഷിച്ചു. ഇശ്മായേൽ മിസ്പയിൽ നിന്ന് ബദ്ധരാക്കി കൊണ്ടുപോന്നിരുന്ന സർവ്വജനവും തിരിഞ്ഞു കാരേഹിന്റെ മകനായ യോഹാനാന്റെ അടുക്കൽ ചേർന്നു. നെഥന്യാവിന്റെ മകൻ ഇശ്മായേലോ 8 ആളുമായി യോഹാനാനെ വിട്ടു തെറ്റി അമ്മോന്യരുടെ അടുക്കൽ പോയി കളഞ്ഞു. നെഥന്യാവിന്റെ മകൻ ഇശ്മായേൽ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ കൊന്നുകളഞ്ഞ ശേഷം അവന്റെ കൈയിൽ നിന്ന് കാരേഹിന്റെ മകനായ യോഹാനാനും കൂടെയുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും വിടുവിച്ച ജനശിഷ്ടത്തെയൊക്കെയും ഗിബെയോനിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന പടയാളികളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഷണന്മാരെയും തന്നെ അവർ മിസ്പയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് കൽദയരെ പേടിച്ചിട്ട് മിസ്രയീമിൽ പോകുവാൻ യാത്ര പുറപ്പെട്ടു ബേത്ലഹേമിന് സമീപത്തുള്ള ഗരൂത്ത് കിംഹാമിൽ ചെന്ന് താമസിച്ചു. ബാബേൽ രാജാവ് ദേശാധിപതിയാക്കിയ അഹീക്കാമിന്റെ മകനായ ഗദല്യാവെ നെഥന്യാവിന്റെ മകൻ ഇശ്മായേൽ കൊന്നുകളക കാരണത്താൽ ആയിരുന്നു അവർ കൽദയരെ പേടിച്ചത്.